മെട്രോ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഡെലിവറൻസിന്, നമ്മളെ വിടുതലിന് ആവശ്യമായിരിക്കുന്ന പരിശുദ്ധാത്മാവ്, അതിൻ്റെ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏകദേശം 4 പോയിൻ്റ് പറഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങൾ നോക്കുക. 5-ാമത്തെ പോയിൻ്റായിട്ട് എഫേസ്യർ 3:16 അകത്തെ മനുഷ്യൻ ശക്തിയോട് ബലപ്പെടണം എന്ന് പറയുന്നു. നേരത്തെ ഇത് സംസാരിച്ചതാണ്. ഇത് തന്നെ പുതുക്കത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞാണ്. ഇത് അതുപോലെ തന്നെ ഉള്ളവരാണ്. ശക്തിയോടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. എഫേസ്യർ 3:16 അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോട് ബലപ്പെടണം. ഈ അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നത് എന്തിനാണ്? നമുക്ക് അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും ഉണ്ട്. അതാണ് ഈ മനസ്സിലാക്കേണ്ടത്. അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും ഉണ്ട്. ഈ അകത്തെ മനുഷ്യൻ ബലപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹിയുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്, നോട്ട് ദ സ്പിരിറ്റ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾക്ക് ജീവൻ തന്നിട്ടുണ്ട്. അത് നമ്മുടെ സ്പിരിറ്റിൽ ദൈവത്തിൻ്റെ സ്പിരിറ്റ് കണ്ടൻറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. കർത്താവിന് രക്ഷകനും കർത്താവായ. ഇനി അകത്തെ മനുഷ്യൻ ബലപ്പെടണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ദേഹി നമ്മൾ ബലപ്പെടുത്തണം. എന്തിനാണ് ചോദിച്ചാൽ, ചില കാര്യങ്ങൾ എടുക്കാനുള്ള തീരുമാനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ബലപ്പെടേണ്ടത്. 17, 18, 19 വാക്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആദ്യം തന്നെ ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ വസിക്കണം. ഇത് ഞാൻ ആദ്യം ഒരിക്കൽ പറഞ്ഞാണ്. ദ പവർ ഓഫ് ഫെയ്ത്ത്. ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങൾ വിശ്വാസത്തിൽ വസിക്കണം, വരം നൽകണം. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടണം. ഫണ്ടമെൻ്റലി നിങ്ങൾ ഗ്രൗണ്ടഡ് ഇൻ ലവ്, ബീയിങ് റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ് ഇൻ ലവ്. നിങ്ങൾ സ്നേഹം, ഇതാണ് ഏറ്റവും പ്രധാനം. ഞാനത് പറഞ്ഞാണ്. സ്നേഹത്തിൽ എന്തിനാണ് നിങ്ങൾ അടിസ്ഥാനപ്പെടേണ്ടതെന്ന് അറിയാമല്ലോ. അതും എന്താണെന്ന് പറയുന്നുണ്ട്. വീതിയും നീളവും ഉയരവും ആഴവും സകല വിശുദ്ധന്മാരോട് ഗ്രഹിപ്പാനും, ഇതെല്ലാം അതിൽ പറയുന്നുണ്ട്. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിവാൻ പ്രാപ്തരാകാൻ ദൈവത്തിൻ്റെ നിറവോളം നിറഞ്ഞു വരികയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. അതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഇതാണ്. ഇതാവാൻ ആഗ്രഹിക്കാതെ നമ്മുടെ ആഗ്രഹം എന്തുവാ? നമ്മുടെ ആഗ്രഹം വീട് പണി കംപ്ലീറ്റ് ചെയ്യണം, കൊച്ചുങ്ങളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തിയെടുക്കണം, അവരുടെ ഭാവി നടക്കണം, കുഞ്ഞുങ്ങളുടെ കല്യാണം നടക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ഡെലിവറൻസ്. പിന്നെ എൻ്റെ ഫൈനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കണം. അതുപോലെ രോഗം, എനിക്ക് പ്രയാസങ്ങളുണ്ട്, എനിക്ക് ഡയബറ്റിസ് ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. ഇതൊക്കെയാണ് നമ്മുടെ ഡെലിവറൻസ് എന്ന് പറഞ്ഞത്. ഇന്ന് അങ്ങനെയല്ല ചിന്തിക്കുന്ന എല്ലാ ഡെലിവറൻസ്. ഇതെല്ലാം എന്താണ് കോമൺ ആയിട്ട് നോക്കിയാൽ? നമ്മുടെ ശരീരം അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള കാര്യം. ഇവിടെ എന്താ പറയുന്നത്? അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നത് വിശ്വാസം വർദ്ധിക്കാനായിട്ട്, ഹൃദയങ്ങൾ വസിക്കാൻ. 2ാമത് സ്നേഹത്തിൽ വേരൂന്നാൻ. 3ാമത് മറ്റുള്ളവരോട് ചേർന്ന്, സകല വിശുദ്ധന്മാരോട് ചേർന്ന് വീതി നീളം ഉയരം ആഴം എന്തെന്ന് ഗ്രഹിപ്പാൻ. പരിജ്ഞാനത്തെ അറിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയുവാൻ. ഇതെല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളിൽ വന്നിട്ട് ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിങ്ങൾ രൂപാന്തരപ്പെട്ട് മറ്റുള്ള സഹോദരങ്ങളെ സ്നേഹിക്കാനായിട്ട് ആ ഒരു ഫെയ്ത്ത് നിങ്ങളിൽ വേണം. അതിനുവേണ്ടിയാണ് അകത്തുള്ള മനുഷ്യൻ ബലപ്പെടാൻ പറയുന്നത്. ഇത് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ പുറയിലേക്ക് പോരും. അതിനെക്കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ കഴിഞ്ഞ ഫാമിലി സീരീസിനകത്ത് പ്രത്യേകം പറഞ്ഞാണ്, കുഞ്ഞുങ്ങൾ നമ്മുടേതല്ല. നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് ഇത്രയും വറി ചെയ്യുന്നത്, കുഞ്ഞുങ്ങൾ നിങ്ങളുടേതല്ല. ദൈവം നിങ്ങൾക്ക് കുറച്ച് സമയത്തേക്ക് തന്നിരിക്കുക അവരെ നോക്കി വളർത്താനായിട്ട്. അവരടുത്ത ഫാമിലിയാണ്. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ അവരെ വേണ്ട രീതിയിൽ കെയർ ചെയ്ത് നോക്കി വളർത്തി ദൈവവേദന അവർക്ക് കൊടുക്കാതെ, യേശുവിനെ കൊടുക്കാതിരുന്ന ഇപ്പോൾ ആടെ കുഴപ്പമാണ്. അതിന് എത്ര കരഞ്ഞിട്ടും കാര്യമില്ല. അതിനൊരു ഡെലിവറൻസ് വേണമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പറയാം എങ്ങനെയാണ് അതിൻ്റെ ഡെലിവറൻസ് എടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട്
നമ്മൾ തെറ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മളെ തിരുത്തി തരികയാണ്. അടുത്ത തലമുറയ്ക്കെങ്കിലും അത് പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിലൊക്കെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണം, ഇത് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഇതാണ്, അത് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കണം. ഇനിയും 6ാമത്തെ പോയിന്റിലേക്ക് കയറുകയാണ്. 6ാമത് പരിശുദ്ധാത്മാവിൻ്റെ പവർ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി എക്സസൈസ് ചെയ്യുന്നതാണ്. റോമർ 8:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നു. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നു. ഇതിൽ കൂടുതൽ വേറെ എന്താണ് നിങ്ങൾക്ക് ആവശ്യം? ഇതിൽ കൂടുതൽ നിങ്ങൾക്കൊന്നും ആവശ്യമില്ല. ഇതിനകത്ത് നിങ്ങൾ സഫിഷ്യൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് വിശ്വാസത്തിൽ ഏറ്റെടുക്കാൻ പറ്റുമോ? എങ്കിൽ നിങ്ങളുടെ ഡെലിവറൻസ് നിങ്ങളുടെ ഉള്ളിലെത്തി. ഇത് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല, അതാണ് പ്രയാസം. ഞാൻ ആ വാക്യങ്ങളൊന്ന് വായിക്കാം. റോമർ 8:14 മുതൽ 16 വരെയുള്ള ദൈവാത്മാവ് നടത്തുന്നതിനേവരും ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കളെന്നും ആത്മാവ് താനും നമ്മോട് സാക്ഷ്യം പറയും. 17 ഒരു ആദ്യത്തെ ഭാഗം കൂടെ വായിക്കാം. നാം മക്കളെങ്കിലോ അവകാശികളും ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടാവകാശികളും തന്നെ. ഇതിൽ കൂടുതലൊക്കെ എന്തോ വേണ്ടിയത്? ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങളും ഞാനും ദൈവത്തിൻ്റെ മക്കളാണ്. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ ഹോളി ലൈഫ് ആസ് ദ സൺ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മക്കൾ വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് വിളിച്ചാക്കിയിരിക്കുന്നവരാണ്. അത് മാത്രമല്ല, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു, അല്ലേ? സാക്ഷ്യം പറയുന്നു. പരിശുദ്ധാത്മാവ് എന്തോ സാക്ഷ്യം പറയുന്നത്? പരിശുദ്ധാത്മാവ് എന്തോ സാക്ഷ്യം പറയുന്നത്? നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഗലാത്യർ 4:6 ഇത് തന്നെ പറയും, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ തന്നു. നിങ്ങളിനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്തിൽ അവകാശിയുമാകുന്നു. ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾക്ക് ചില അവകാശങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടോ? ദൈവത്തിൻ്റെ മക്കൾക്ക് ചില അവകാശങ്ങളുണ്ട്. എല്ലാ മക്കൾക്കും അവകാശമുണ്ട്. എവിടെ അവകാശം? ഏത് കുടുംബത്തിലാണ് ജനിച്ചത് ആ കുടുംബത്തിലുള്ള അവകാശം. നിങ്ങൾ ദൈവത്തിൻ്റെ കുടുംബത്തിൽ ജനിച്ചെങ്കിൽ ദൈവത്തിൻ്റെ കുടുംബത്തിൽ ചില അവകാശങ്ങൾ നിങ്ങൾക്കുണ്ട്. ആ അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഇതിനകത്ത് പറയുന്നുണ്ട്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നു. നിങ്ങളിനി ദാസനല്ല പുത്രനത്രേ. ദാസൻ്റെ അവകാശം വേറെ, പുത്രൻ്റെ അവകാശം വേറെ. പഴയ നിയമത്തിൻ്റെ ന്യായപ്രമാണത്തിൽ നിന്ന് ഉള്ള ചിന്തയാണത്. എന്നാൽ പുത്രനെങ്കിൽ നിങ്ങൾ അവകാശിയാണ്, അല്ലേ? അബ്രഹാമിൻ്റെ പുത്രനായി വന്ന ആരാ? ഇസാക്ക്. ഇസാക്ക് അബ്രഹാമിൻ്റെ എല്ലാത്തിനും അവകാശിയായി തീർന്നു. അതിൽ കൂടി ഇങ്ങനെ വന്ന് യേശുക്രിസ്തു വന്നു. ഇപ്പോഴേ നമ്മളെ ദൈവ മക്കളാക്കി, നമ്മൾ അവകാശികളാക്കി. അവകാശികളാക്കുമ്പോൾ എന്താ സംഭവം? ഹേസ്, വേറെ രീതിയിൽ പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ്. അവകാശി ഷെയർ ഹോൾഡറാണ്. ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കുന്നത്? നമ്മൾ അറിയാവുന്ന ഭാഷയിലൊന്ന് പറഞ്ഞു നോക്കിയേ. എന്ന് പറഞ്ഞാൽ അവരെൻ്റെ ഓഹരിയാണ്. ദൈവം പറഞ്ഞിരിക്കുന്നത് നിങ്ങളെൻ്റെ ഓഹരിയാണെന്ന് പറഞ്ഞിരിക്കുക. എന്ന് വെച്ചാൽ ദൈവത്തോട് ചേർന്നുള്ള ഇരുന്ന് അവനോട് ചേർന്ന് ഭരിക്കുകയും അവനോട് ചേർന്ന് തീരുമാനമെടുക്കുകയും അവനോട് ചേർന്ന് എല്ലാ അവകാശങ്ങളും നിങ്ങൾക്കുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഇൻവെസ്റ്ററാണ്, നിങ്ങൾക്ക് ഡിവിഡൻഡ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളാണെന്നർത്ഥം. എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളുണ്ടായിട്ട് റോമർ 8-ാം അധ്യായത്തിൽ പറഞ്ഞാൽ നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? ഭയത്തിൻ്റെ കീഴിലല്ല. ഇന്ന് ഒരുപാട് പേര് ഭയത്തിൻ്റെ കീഴില്ല. കാരണം നിങ്ങൾക്കിത് ഇതുവരെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നു, ദൈവത്തോട് ചേർന്ന് നിങ്ങൾ ഭരിക്കാനായിട്ട് നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുക. ആദാമിനെ ഹവ്വായെയും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്തോ പറഞ്ഞേ? നിങ്ങൾ അവർ ഭരിക്കണമെന്നും പറഞ്ഞാണ് ഏൽപ്പിച്ചത്.
ലോകത്തെ ഭരിക്കാനായിട്ട് ഏൽപ്പിച്ചത്. എന്നാൽ അവർ തെറ്റ് ചെയ്തു പോയി, അങ്ങനെ പാപം വന്നു കയറി. ആ ഒരു ഡിമാൻഡിലേക്ക് വീണ്ടും, ആ ഒരു പൊസിഷനിലേക്ക് വീണ്ടും യേശുക്രിസ്തുവിൻ്റെ മരണത്തിലും യേശുവിലുള്ള വിശ്വാസത്തിലും നിങ്ങളെ റീഇൻസ്റ്റേറ്റ് ചെയ്ത് പുതുക്കി അങ്ങോട്ട് വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. അന്ന് കുറച്ച് പേർക്കേ അത് വന്നുള്ളെങ്കിൽ ഇന്ന് സകല ജനത്തിനും ആ ദൈവത്തിൻ്റെ പ്രമാണവും കൽപ്പനയും കൊടുത്ത സകല ജനത്തെയും ദൈവത്തിലേക്ക് തിരിച്ചിരിക്കുകയാണ്. എന്നിട്ട് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുക, സീൽ ചെയ്ത് നിങ്ങളെൻ്റെ മകനാണെന്ന് പറയാനായിട്ട്. എന്നിട്ടും ഇതെല്ലാം പ്രയാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക. ഇവിടെയാണ് നമ്മുടെ പഠനവും നമ്മുടെ ചിന്തകളും മാറി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത്. നമ്മൾ ഭയപ്പെടാൻ വേണ്ടിയല്ല ദൈവത്തിൻ്റെ ആത്മാവിനെ തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് ബോൾഡ്നെസ്സിൻ്റെ ആത്മാവാണ്, ധൈര്യത്തിൻ്റെ ആത്മാവാണ്, നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ആത്മാവാണ്. നമ്മൾ മക്കളെങ്കിൽ അവകാശികളുമാണ്. ഈ അവകാശം എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലത്തിൻ്റെ അവകാശം. അയ്യോ, ഇത് വലിയൊരു അവകാശമാണല്ലോ. യേശുക്രിസ്തുവിനോടൊപ്പം കൂട്ടവകാശി. ഇനി അങ്ങനെ പറയുന്ന കുറച്ചുകൂടെ നല്ലത്. സ്വർഗത്തിലും ഭൂമിയിലുള്ള സകലത്തിൻ്റെ അവകാശം യേശുവിന് കൊടുത്തിരിക്കുകയാണ്, അല്ലേ? അവനാണ് വിലയ്ക്ക് വാങ്ങിയത്, അതുകൊണ്ട് അവന് കൊടുത്തിരിക്കുക. അതിന് അവൻ്റെ കൂട്ടാവകാശി. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. ഇത്രയും ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞു, അല്ലേ? ആദ്യഫലം ക്രിസ്തു എന്ന് വെച്ചാൽ ഉയർത്തെഴുന്നേൽപ്പിനകത്ത്, പിന്നെ ബാക്കി ക്രിസ്തുവിനുള്ളവർ, ബാക്കി ഉയർത്തെഴുന്നേറ്റ് ചെല്ലുന്നവരൊക്കെ. അതിന് നമ്മൾ അവനോട് ചേർന്ന് അവകാശികൾ എന്ന് പറഞ്ഞാൽ അവൻ ഭരിക്കുമ്പോഴേ നമ്മളും കൂട്ടായിട്ട് ഭരിക്കും. ഇത് നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് എന്തുകൊണ്ട് പറ്റുന്നില്ല? അത് ഇത് ചിന്തിക്കുമ്പോഴേ അവിടെ ഒരു കാര്യം നമുക്ക് ഉറപ്പുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിലെ ദൈവത്തിൻ്റെ ഹോളി സ്പിരിറ്റാണ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. അതായത് ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന വചനപ്രകാരം നമുക്ക്, ആ പ്രോമിസ് പ്രകാരം നമുക്ക് അവകാശങ്ങളുണ്ട്. ഈ അവകാശം നമുക്ക് എക്സസൈസ് ചെയ്യാം. ഈ അവകാശം എക്സസൈസ് ചെയ്ത് എന്തൊക്കെയാണ് അവകാശം? പിശാചിൻ്റെ മേളിലുള്ള ശക്തി, അല്ലേ? ഈ ലോകത്തിലുള്ള എല്ലാ ഫോഴ്സസിൻ്റെ മേളിലുള്ള ശക്തി, രോഗങ്ങളുടെ മേലുള്ള ശക്തി, മരണത്തിൻ്റെ മേലുള്ള ശക്തി, ഇതെല്ലാം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? അത് വിശ്വസിക്കുക. അവിടെയാണ് ഡെലിവറൻസ് വരുന്നത്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അവിടെയാണ് വരുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലിരിക്കുമ്പോഴേ അതിൻ്റെ ശക്തി വരുന്നത്. ഞാൻ ഇന്നത്തെ എൻ്റെ സമയം ഇവിടെ തീരുന്നതുകൊണ്ട് ഞാൻ ഇതിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാനിന്ന് 2 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഒന്ന്, അകത്തെ മനുഷ്യൻ ബലപ്പെടണം. അകത്തെ മനുഷ്യൻ ബലപ്പെടാനായിട്ട് എഫേസ്യർ 3:16 തൊട്ട് 19 കാര്യങ്ങൾ പറഞ്ഞു. അകത്തെ മനുഷ്യൻ എന്തിനു വേണ്ടിയാണ് ബലപ്പെടുന്നത്? യേശുവിനോടൊപ്പം അവൻ്റെ മറ്റുള്ളവരോട്, വിശുദ്ധന്മാരോട് ചേർന്ന് മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുതാനും, അതുപോലെ നമ്മുടെ ഇന്നർ ബീയിങ് ഡെവലപ്പ് ചെയ്യാൻ, ധൈര്യപ്പെടുവാൻ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന കാര്യം പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത്, ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നമുക്കതിൻ്റെ അവകാശങ്ങളുമുണ്ട്. അത് പരിശുദ്ധാത്മാവ് നമ്മളോട് സാക്ഷ്യം പറയുകയാണ്. നമ്മളെ സാക്ഷ്യം പറയുമ്പോഴേ നമ്മളത് കേൾക്കാതെ പോകരുത്. നമ്മൾ പലപ്പോഴും കേൾക്കുന്നില്ല. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ നമ്മൾ കേൾക്കുന്നില്ല. കാര്യം പലപ്പോഴും പാപങ്ങളിൽ നമ്മൾ ഗ്രീവ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ പരിശുദ്ധാത്മാവിനെ പല പാപങ്ങളും ചെയ്തിട്ട് പരിശുദ്ധാത്മാവിനെ ഗ്രീവ് ചെയ്യുന്നുണ്ട് സെൻസിറ്റീവ്നെസ് നഷ്ടപ്പെട്ടു പോവുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സെൻസിറ്റീവ്നെസ് ഇവിടെയാണ് നേരത്തെ പറഞ്ഞ നിറയലിൻ്റെ അനുഭവം വരേണ്ടത്. നിറയലിൻ്റെ അനുഭവം വരുമ്പോഴേ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന കേൾക്കും. നിങ്ങൾ പറയുന്ന വാക്കിനകത്തൊക്കെ ഭയങ്കര ശക്തിയുണ്ട്. വെറുതെ ഒന്നും പറയാൻ പാടില്ല. വാക്കുകളെ ശ്രദ്ധിക്കണം. കാരണം ജീവനും മരണവും നിങ്ങളുടെ നാവിന്മേൽ വെച്ചിരിക്കുകയാണ് ദൈവം. നിങ്ങളുടെ നാവ് കൊണ്ട് ജീവൻ പറഞ്ഞാൽ ജീവൻ, നിങ്ങളുടെ നാവ് കൊണ്ട് മരണം പറഞ്ഞാൽ മരണം. ഞാനത് പറഞ്ഞു. വിശ്വാസം പറയേണ്ട കാര്യം പറഞ്ഞു. ദ പവർ ഓഫ് ഫെയ്ത്തിനെ കുറിച്ച് പറഞ്ഞു. വിശ്വാസം പറയണം. എനിക്കങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ വരികയില്ല, അങ്ങനെ വരുവാണെങ്കിൽ ദൈവം എന്നെ വിടുവിക്കാനായിട്ട് മതിയായിട്ടുള്ള ദൈവമാണ്. നാവ് കൊണ്ട് പറയണം, വിശ്വാസം പറയണം. ആ വിശ്വാസം പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അവകാശികൾ എന്നുള്ളൊരു ബോധ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകും.
യേശുവിനോടുകൂടെ കൂട്ടാവകാശികളാണ് നിങ്ങൾ. അത് മറന്നു പോകരുത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസങ്ങളിലെ ഈ ധൈര്യവും ഈ അവകാശവും നമ്മുടെ ഡെലിവറൻസിന് കാരണമാണ്. ഇത് നിങ്ങളുടെ ഉള്ളിലോട്ട് ചെല്ലുന്നതനുസരിച്ച് ഉള്ളിലിരിക്കുന്ന പലതും വിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. പല സാധനങ്ങൾ ഇറങ്ങിപ്പോവും, ഭയം എല്ലാം ഇറങ്ങിപ്പോവും, ആങ്സൈറ്റി എല്ലാം പോവും, നിരാശയെല്ലാം പോവും. ഇതെല്ലാം ഇറങ്ങിപ്പോകുന്നതായിട്ട് കാണാം. പിന്നെ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ ഈ ചിന്തകൾ നമ്മളെ ബലപ്പെടുത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ധാരാളമായിട്ട് വരട്ടെ. അകത്ത മനുഷ്യൻ ബലപ്പെടുവാൻ, ദൈവത്തിൻ്റെ മക്കളും അവകാശികളുമാണെന്ന് പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്ന കേൾക്കുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവെ ഇടവരുത്താൻ സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. തുടർമാനമായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെ കർത്താവെ, ഈ എപ്പിസോഡുകൾ കഴിയുമ്പോഴേ ലോകത്തിലുള്ള എല്ലാ ശക്തികളിൽ നിന്നുള്ള വിടുതൽ പ്രാപിച്ച് സ്വർഗീയ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നവരായിരിക്കാൻ കർത്താവെ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിൽ പ്രയാസമായിരിക്കുന്ന ചില ആളുകൾ കാണുന്നു. തൈറോയിഡിൻ്റെ പ്രയാസങ്ങളിൽ വിഷമിക്കുന്ന ചില ആളുകൾ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ പ്രയാസങ്ങൾ മാറട്ടെ. തൈറോയിഡിൻ്റെ പ്രയാസം വന്നുകൊണ്ട് പേടി ഉള്ളിലുണ്ട്, ഡിപ്രഷൻ ഉള്ളിലുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ അത് രണ്ടും വിട്ടുപോകുന്നു. സ്തോത്രം, സ്തോത്രം. ചില പെർമിഷൻസൊക്കെ കിട്ടാനായിട്ട് തടസ്സപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികൾ ഇത് കാണുന്നു. കോർപ്പറേഷനിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ ഒക്കെയുള്ള എന്താണെന്ന് അറിയത്തില്ല. ഭവനം വെക്കാനുള്ള ലൈസൻസ് ആയിരിക്കാം, ഭൂമി തരംതിരിക്കുന്നതിനുള്ള ലൈസൻസ് ആയിരിക്കാം. എന്തായാലും ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം തരികയും ചെയ്യുന്നു. ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അത് ദൈവം നിങ്ങൾക്ക് സാധ്യമാക്കി തരുന്നു. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക, മഹത്വപ്പെടുത്തുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ കർത്താവെ നീ അനുഗ്രഹിക്കുന്ന ഓർത്ത് സ്തോത്രം ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്നത്തെ വചന കേൾവി പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. ധൈര്യപ്പെട്ടിരിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ പൂർണ്ണമായിട്ട് നിറയ്ക്കും. തുടർമാനമായിട്ട് ശ്രദ്ധിക്കുക. കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.